സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് വൈശാഖ മാസത്തിന്റെ പ്രാധാന്യത്തെ പറ്റി, മഹാത്മ്യത്തെ പറ്റിയൊക്കെയാണ്. വൈശാഖ മാസം എന്ന് പറയുന്നത് വളരെയധികം മഹത്വമേറിയ ഒരു മാസമാണ് കേട്ടോ. അപ്പൊ വൈശാഖ മാസത്തിലെ എങ്ങനെയാണ് വ്രതം അനുഷ്ഠിക്കേണ്ടത് എന്നും വൈശാഖ മാസത്തിന്റെ പ്രത്യേകതയെക്കുറിച്ചും വൈശാഖ മാസത്തിനെ സംബന്ധിച്ച് ഒരു കഥയുമാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ അധികം താമസിപ്പിക്കാതെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം. കഴിയുന്നത് വീഡിയോ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കും. ഈ ഒരു 2025 വൈശാഖ മാസം വരുന്നത് ഏപ്രിൽ 28 തൊട്ട് മെയ് 26, 27, 28 വരെയൊക്കെയാണ്. അപ്പോൾ വൈശാഖ മാസത്തിന് ഏറെ പ്രാധാന്യമുണ്ട്. അപ്പൊ അതിന്റെ ആദ്യത്തെ പ്രാധാന്യം എന്ന് പറയുന്നത് ഭഗവാൻ ലക്ഷ്മി നാരായണനായിട്ട് ഈ ഭൂമിയിലേക്ക് വരുന്നു എന്നതാണ് ഏറ്റവും വലിയ അതിൻ്റെ ഒരു പ്രാധാന്യം. കാരണം ഭഗവാന്റെ ഭൂമിയിലുള്ള സാന്നിധ്യം അറിയിക്കുന്ന ഒരു മാസമാണ് വൈശാഖ മാസം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു വൈശാഖ മാസത്തില് 3 കാര്യങ്ങൾക്കാണ് ഏറെ പ്രാധാന്യം. അതായത് സ്നാനം, ദാനം, ഭക്തി. ഈ 3 കാര്യങ്ങൾക്ക് വളരെയധികം പ്രാധാന്യമുള്ള ഒരു മാസമാണ് വൈശാഖ മാസം. അതിൽ ആദ്യത്തെ കാര്യമായ സ്നാനം. അപ്പൊ സ്നാനം എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ സൂര്യോദയത്തിന് മുൻപായിട്ടാണ് സ്നാനം ചെയ്യേണ്ടത്. അതായത് സൂര്യോദയത്തിന് മുൻപ് നമ്മൾ സ്നാനം ചെയ്യുമ്പോൾ നമ്മുടെയൊക്കെ വീടുകളിൽ സപ്തനദികളുടെ സാന്നിധ്യം ഉണ്ടാവും എന്നാണ് പറയുന്നത്. അപ്പൊ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ആരൊക്കെയാണ് ഈ സപ്തനദികൾ എന്ന് പറയുന്നത്? നമുക്ക് എല്ലാവർക്കും ആ ശ്ലോകം അറിയാം അല്ലെ. ഗംഗേച്ച യമുനേ ചൈവ ഗോദാവരി സരസ്വതി നർമ്മദേ സിന്ധു കാവേരി തീർത്ഥേദിൻ സന്നിധിൻ കുരു. അപ്പൊ ഇതാണ് ഈ 7 നദികളെയാണ് നമ്മൾ സപ്തനദികൾ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു എന്താ പറയാ, ഈ ഒരു സൂര്യോദയത്തിന് മുൻപ് നമ്മൾ സ്നാനം നടത്തുന്ന സമയത്ത് സപ്തനദികളുടെ സാന്നിധ്യം നമ്മുടെ വീടുകളിൽ ഉണ്ടാവും എന്നതാണ് ഐതിഹ്യം. അപ്പോൾ ഇതാണ് സ്നാനത്തിന്റെ പ്രാധാന്യം. അതായത് വൈശാഖ മാസത്തിൽ സ്നാനത്തിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത് ഇതാണ്. അടുത്തതായി ദാനം. ദാനത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. ഈ ദാനത്തിന് എപ്പോഴും പ്രാധാന്യമുണ്ട്. പക്ഷെ ഈ ഒരു വൈശാഖ മാസത്തില് ദാനത്തിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത് വളരെയധികം വലുതാണ്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലേ, അക്ഷയ തൃതീയ വരുന്നത് വൈശാഖ മാസത്തിലാണ്. അപ്പൊ നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ട്, അക്ഷയ തൃതീയ സമയത്ത് നമ്മൾ സ്വർണം വാങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് കൂടുതലായിട്ട് വരും, അല്ലെങ്കിൽ ഇരട്ടിയായിട്ട് വരും എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ. പക്ഷെ അങ്ങനെയൊന്നും അല്ല കേട്ടോ. അതൊക്കെ ഒരു എന്താ പറയുക, ഇന്നത്തെ കാലത്ത് ആൾക്കാർ പറഞ്ഞ് ഉണ്ടാക്കുന്ന ഒരു സിസ്റ്റമാണ്. പക്ഷെ അങ്ങനെയല്ല. അക്ഷയ തൃതീയയുടെ ഏറ്റവും വലിയ ഐതിഹ്യം തന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ദാനം ചെയ്യുന്നുവോ അത് നമുക്ക് ഇരട്ടിയായി തിരിച്ചു വരും എന്നതാണ് അർത്ഥം. നമ്മൾ ദാനം ചെയ്യുന്നതാണ് നമുക്ക് തിരിച്ചു വരുന്നത്. അക്ഷയ എന്ന് പറയുന്നത് ക്ഷയം ഇല്ലാത്തത്. നമ്മൾ ദുഷ്ടത്തരം കാണിച്ചു കഴിഞ്ഞാൽ അത് തന്നെ നമുക്ക് തിരിച്ചു വരും എന്നാണ് പറയുക. അപ്പോൾ നമ്മൾ കൊടുക്കുകയാണ്, അല്ലെങ്കിൽ നമ്മൾ നല്ലത് ദാനം ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ആ നന്മ ഇരട്ടിയായി നമുക്ക് തിരിച്ചു വരും. അതേപോലെ തന്നെ നമ്മൾ ദുഷ്കർമ്മങ്ങൾ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ആ ദുഷ്കർമ്മങ്ങൾ നമുക്ക് തിരിച്ച് അതേ ഒരു ക്ഷയമില്ലാതെ ആ ദുഷ്കർമ്മങ്ങൾ നമുക്ക് വരുന്നതാണ് പറയുന്നത്. അപ്പോൾ ദാനത്തിന് ഇവിടെ ഏറ്റവും വലിയ പ്രാധാന്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജലദാനം വളരെയധികം പ്രാധാന്യമുണ്ട് ഈ ഒരു സമയത്ത്. കാരണം നമുക്കറിയാം വൈശാഖ മാസം വരുന്നത് എപ്പോഴും ഏപ്രിൽ മെയ് ഒരു സമയത്താണ് വരാറുള്ളത്. വളരെയേറെ ചൂട് ഏറിയ സമയമാണിത്. വളരെ ചൂടും മാത്രമല്ല വെള്ളത്തിന് വളരെയധികം സ്കാർസിറ്റി വരുന്ന ഒരു സമയമാണ് അല്ലേ. അപ്പൊ ഈ ഒരു സമയത്ത് നമ്മൾ ആർക്കെങ്കിലും വെള്ളം ദാനം ചെയ്യുക, അല്ലെങ്കിൽ ഈ പക്ഷി മൃഗാദികൾക്കൊക്കെ വെള്ളം ഭക്ഷണമൊക്കെ കൊടുക്കുക എന്നുള്ളതെങ്കിൽ അത് നമുക്ക് വളരെയധികം വലിയൊരു പുണ്യമാണ് നമുക്ക് കിട്ടുന്നത്. കാരണം അവരൊക്കെ മിണ്ടാപ്രാണികളാണ് അല്ലേ. അപ്പൊ അവർക്ക് ഇങ്ങനെ ചോദിച്ച് വാങ്ങാനോ അതൊന്നും അറിയില്ല. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ നമ്മുടെ വീടുകളിൽ ചെറിയ ഓടയിലോ ചിരട്ടയിലോ ഒക്കെ വെള്ളം നിറച്ച് വെച്ച് അത് പക്ഷികൾക്ക് അതൊരു ഉപകാരമായി മാറുകയാണ് എന്നുണ്ടെങ്കിൽ അത് നമ്മൾ ആ ഒരു എന്താ പറയാ, ഒരു യൂണിവേഴ്സിനോട് ചെയ്യുന്ന വലിയൊരു ദാനമാണെന്നാണ് പറയാറുള്ളത്. അതേപോലെ അടുത്തതാണ് ഭക്തി എന്ന് പറയുന്നതിന് വളരെ വലിയ പ്രാധാന്യമുണ്ട് വൈശാഖ മാസത്തിൽ. അതായത് കുറച്ച് നമ്മുടെ ഭൗതികമായ ചിന്തകളിൽ നിന്നൊക്കെ നമ്മൾ കുറച്ച് വെടിഞ്ഞ ആധ്യാത്മിക ചിന്തയിലേക്ക് മുഴുകേണ്ട ഒരു മാസമാണ് വൈശാഖ മാസം. കാരണം ഭഗവാൻ ലക്ഷ്മി സമേതനായി ഭൂമിയിൽ വരുന്ന ഒരു മാസമാണ്. മാത്രമല്ല ഭഗവാന്റെ ഒരുപാട് അവതാരങ്ങൾ നടന്ന ഒരു മാസമാണ്. അതായത് ധന്വന്തരി മൂർത്തി അവതാരം അതെപ്പോഴാണ് ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. ധന്വന്തരി മൂർത്തി അവതരിക്കുന്നത് വൈശാഖ മാസത്തിലാണ്. മാത്രമല്ല ഭഗവാന്റെ കൂർമാവതാരം ഉണ്ടാവുന്നത് വൈശാഖ മാസത്തിലാണ്. അക്ഷയ തൃതീയ വരുന്നത് വൈശാഖ മാസത്തിലാണ്. മാത്രമല്ല ഭഗവാൻ ഗംഗ ഭൂമിയിലേക്ക് ഒഴുകി വരുന്ന ആ ഒരു മാസം എന്ന് പറയുന്നത് വൈശാഖ മാസത്തിലാണ്. അപ്പൊ ഇത്രയേറെ പ്രാധാന്യങ്ങൾ ഉള്ള ഇനിയുണ്ട് കേട്ടോ, ഒരുപാടുണ്ട്. ഈ വരുന്ന വീഡിയോയുടെ ബാക്കിയായിട്ട് ഞാൻ പറയുന്നതാണ്. അപ്പൊ ഇത്രയും പ്രാധാന്യമേറിയ ഒരു മാസം എന്ന് പറയുന്നത് വൈശാഖ മാസം. അതുകൊണ്ട് തന്നെ
സാന്നിധ്യം ഭൂമിയിൽ അറിയപ്പെടുന്ന ഒരു സമയമാണ് വൈശാഖ മാസം. ആ ഒരു സമയത്ത് നമുക്ക് ഭക്തിയോടുകൂടി നമ്മൾ വ്രതം അനുഷ്ഠിച്ച് ഭഗവാനെ അർപ്പിച്ച് നമ്മുടെ ഭക്തിയും നമ്മുടെ ആഗ്രഹങ്ങളും നമ്മുടെ മോഹങ്ങളും എല്ലാം ഭഗവാനിൽ അർപ്പിച്ച് നമ്മൾ പ്രാർത്ഥിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഒരു തടസ്സവുമില്ലാതെ വിഘ്നങ്ങളൊന്നും ഇല്ലാതെ ആ ഒരു കാര്യം നമ്മളിലേക്ക് എത്തും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട കേട്ടോ. നമുക്ക് നമ്മളാൽ കഴിയുന്ന രീതിയിൽ വ്രതം അനുഷ്ഠിക്കാം. കാരണം എല്ലാവരും അവരുടെ ജീവിത സാഹചര്യങ്ങളിൽ പെട്ട് ഒരുപാട് തിരക്കിൽ പെട്ടിട്ടൊക്കെ ഇരിക്കുന്ന ഈ ഒരു സമയത്ത് ഈ ഒരു മാസമെങ്കിലും നിങ്ങൾ ചിട്ടയോടുകൂടി ഒരു വ്രതം എടുത്ത് നിങ്ങളുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുകയാണെന്നുണ്ടെങ്കിൽ ഗ്രാജുവലി ആയിട്ട് നിങ്ങൾക്കൊരു ഹാബിറ്റ് ആയിട്ട് മാറുകയും ചെയ്യും. മാത്രമല്ല അത് നിങ്ങൾക്ക് ഭഗവാനിലേക്ക് അടുക്കാനുള്ള ഏറ്റവും വലിയൊരു മാർഗ്ഗമായിട്ട് തീരുകയും ചെയ്യും. ഇനി വൈശാഖ മാസത്തെ സംബന്ധിച്ച് ഒരു കഥ പറഞ്ഞു തരാം. അതായത് വിഷ്ണു പുരാണത്തിൽ പ്രതിപാദിക്കുന്ന ഒരു കഥയാണിത്. അതായത് കീർത്തിമാൻ എന്ന് പറയുന്ന ഒരു രാജാവ് ഉണ്ടായിരുന്നു. അദ്ദേഹം ഇങ്ങനെ കാട്ടിലെ ഇങ്ങനെ നായാട്ടിനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് വഴി നീളെ കൊടും ചൂടില് കുറേ ആൾക്കാർ, കുറേ മുനിമാര് ഈ വെള്ളം ദാനം ചെയ്യുക, എല്ലാവർക്കും ജലദാനം ചെയ്യാണ്. അതായത് ആ കാട്ടിലൂടെ വരുന്ന എല്ലാവർക്കും പക്ഷി മൃഗാദികൾക്കൊക്കെ ജലത്തിന് വേണ്ടി ഇങ്ങനെ ആർജിച്ച് വരുന്ന ആൾക്കാർക്കൊക്കെ വെള്ളം ദാനം ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ ഇരിക്കുന്ന മുനിമാരൊക്കെ വസിഷ്ഠ മുനിയുടെ ശിഷ്യന്മാരായിരുന്നു. വസിഷ്ഠ മുനിക്ക് ഒരുപാട് ശിഷ്യന്മാരുണ്ടായിട്ടോ. അപ്പൊ അവരൊക്കെ ഈ കൊടും ചൂടത്ത്, വൈശാഖ മാസം എന്ന് പറഞ്ഞാലേ അറിയാലേ വളരെയധികം ചൂടേറിയ സമയമാണ്. അപ്പൊ ഈ കൊടും ചൂടില് എല്ലാവരും ഇങ്ങോട്ട് ഇങ്ങനെ നിരനിരാന്ന് ഇങ്ങനെ വഴി നീളെ ഇരുന്ന് വെള്ളം ദാനം ചെയ്യണം എല്ലാവർക്കും. അപ്പോൾ ഈ കീർത്തിമാൻ എന്ന് പറയുന്ന രാജാവ് അദ്ദേഹവും ഇങ്ങനെ നായാട്ടൊക്കെ കഴിഞ്ഞ് വളരെയധികം ദാഹിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ അവര് എന്താ പറയാ, ഈ ശിഷ്യന്മാര് ഈ രാജാവിന് വെള്ളം കൊടുക്കുന്നുണ്ട്. അപ്പൊ ഈ രാജാവ് ഈ ശിഷ്യന്മാരോട് ചോദിച്ചു, നിങ്ങൾ എന്താ ഈ വഴിനീൾ ഇങ്ങനെ വെള്ളം ഇങ്ങനെ ദാനം ചെയ്തിട്ട് ഇരിക്കുന്നത്, എന്താണ് ഇതിന്റെ കാരണം, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴാണ് ശിഷ്യന്മാർ പറയുകയാണ്, ഞങ്ങൾ വസിഷ്ഠ മുനിയുടെ ശിഷ്യന്മാരാണ്. ഈ ഒരു മാസം എന്ന് പറയുന്നത് വൈശാഖ മാസമാണ്. അപ്പൊ വൈശാഖ മാസത്തില് വ്രതം അനുഷ്ഠിച്ച് ദാനകർമ്മങ്ങളിൽ ഏർപ്പെടുന്ന ആൾക്കാർക്ക് ഒരുപാട് ജന്മജന്മാന്തരങ്ങളുടെ പുണ്യമാണ് ലഭിക്കുന്നത്. കാരണം അത്രയും പ്രാധാന്യമുള്ള മാസമാണിത്. ഈ മാസത്തില് ഭഗവാന്റെ ഒരുപാട് അവതാരങ്ങൾ, അതായത് ഭൂമിയെ രക്ഷിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഭൂമിയിലുള്ള അത്യാപത്തിൽ നിന്ന് ഭൂമിയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ ഒരുപാട് അവതാരങ്ങൾ എടുത്ത മാസമാണിത്. അതുകൊണ്ട് ഭഗവാന്റെ സാന്നിധ്യം, ലക്ഷ്മി ദേവി സമേതനായ നാരായണന്റെ സാന്നിധ്യം ഭൂമിയിൽ കാണുന്ന ഒരു മാസമാണിത്. അതുകൊണ്ട് ഈ മാസത്തിന് ഏറെ പ്രത്യേകതകളുണ്ട്. അതുകൊണ്ട് ഈ ഒരു മാസത്തിൽ നമ്മൾ വ്രതമെടുത്ത് ജലദാനം ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അത് ജന്മജന്മാന്തരങ്ങളുടെ പുണ്യം നമുക്ക് നേടിത്തരും എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഈ ഒരു വലിയ അറിവ്, അതായത് ഈ ഒരു ചെറിയ കാര്യത്തിലൂടെ നമ്മൾ ഈ ജലദാനം എന്ന് പറഞ്ഞാൽ നമ്മൾ കേൾക്കുമ്പോൾ വളരെ ചെറിയ കാര്യമായിട്ട് തോന്നും. പക്ഷേ ഈ ഒരു ചെറിയ കാര്യത്തിലൂടെ ഇത്രയേറെ പുണ്യം നമുക്ക് ലഭിക്കാൻ കഴിയുമെന്ന് രാജാവിന് മനസ്സിലായി. അപ്പൊ രാജാവ് അത് ഉൾക്കൊണ്ടു. അദ്ദേഹത്തിന്റെ നാട്ടിലേക്ക് അദ്ദേഹം തിരിച്ചുപോയി. എന്നിട്ട് എല്ലാവരിലും, അതായത് പ്രജകളിലെല്ലാവരിലും ഈ ഒരു സന്ദേശം എത്തിക്കണം. അതായത് ഇതൊരു വൈശാഖ മാസമാണ്. അപ്പൊ അതുകൊണ്ട് വൈശാഖ മാസത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും ഈ ഒരു മാസത്തിൽ അനുഷ്ഠിക്കേണ്ട വ്രതത്തെക്കുറിച്ചും എങ്ങനെയാണ് എന്നുള്ളത് രാജാവ് ആ പ്രജകൾക്ക് എല്ലാവർക്കും അറിയിച്ചു കൊടുക്കുകയാണ്. തുടർന്ന് രാജാവും ആ രാജ്യത്തെ പ്രജകളും എല്ലാവരും വൈശാഖ മാസത്തിലെ വ്രതത്തിൽ ഏർപ്പെടുകയും മാത്രമല്ല ദാനകർമാദികളിൽ ഏർപ്പെടുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാ ദാനവും കാര്യങ്ങളൊക്കെ ചെയ്ത് ഒരു ഭയങ്കര സമ്പൽ സമൃദ്ധിയായിട്ടുള്ളൊരു രാജ്യം തന്നെയായി മാറുകയാണ്. അപ്പോഴാണ് എന്താ സംഭവിക്കുന്നത്, നമ്മുടെ യമദേവനെ ഈ ഒരു രാജ്യത്ത് ആരെയും തന്നെ യമപുരിയിലേക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നില്ല. അപ്പോൾ ആ ഒരു രാജ്യത്ത് മരിക്കുന്ന ആൾക്കാരാവട്ടെ ഒന്നുമല്ലെങ്കിൽ സ്വർഗത്തിൽ പോകും, അല്ലെങ്കിൽ വൈകുണ്ഠം പ്രാപ്തരാകും. അപ്പോൾ യമലോകത്തിലേക്ക് ആരെയും തന്നെ കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നില്ല. അപ്പോൾ യമദേവൻ ആകെ വിഷമിച്ച് വൈകുണ്ഠത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ വൈകുണ്ഠത്തിൽ പോകുന്ന സമയത്ത് ഭഗവാനോട് ഇങ്ങനെ പറയുകയാണ്, അവിടെ കീർത്തിമാൻ പറയുന്ന ഒരു രാജാവിന്റെ നാട്ടില് ആരെയും തന്നെ എനിക്ക് യമപുരിയിലേക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നില്ല ഭഗവാനെ, എനിക്കൊരു ഉപായം പറഞ്ഞു തരുമെന്ന് ഈ ഒരു യമധർമ്മ രാജാവ് ഭഗവാനോട് പറയുകയാണ്. അപ്പൊ യമധർമ്മ രാജാവിനോട് ഭഗവാൻ പറയുകയാണ്, നിനക്കറിയില്ലേ ഈ മാസം എന്ന് പറയുന്നത് വൈശാഖ മാസമാണ്. അപ്പൊ വൈശാഖ മാസത്തിലെ സൽക്കർമ്മങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യമേറിയ മാസമാണ് വൈശാഖ മാസം എന്ന് പറയുന്നത്. അപ്പോൾ എന്നെ വിശ്വസിച്ച് എൻ്റെ ഭക്തി എല്ലാവരിലും പ്രചരിപ്പിച്ച് ദാനകർമ്മങ്ങളിൽ ഏർപ്പെടുന്ന ആൾക്കാരെ ഞാൻ എങ്ങനെയാണ് യമപുരിയിലേക്ക് വിട്ടുതരുന്നത്? അവരുടെ സ്ഥാനം എന്ന് പറയുന്നത് എൻ്റെ ഈ വൈകുണ്ഠത്തിലോ അല്ലെങ്കിൽ സ്വർഗത്തിലോ തന്നെയല്ലേ എന്ന് യമധർമ്മ രാജാവിനോട് ഭഗവാൻ ചോദിക്കുകയാണ്. കാരണം സൽക്കർമ്മികൾക്ക് എപ്പോഴും സ്ഥാനം എന്ന് പറയുന്നത് വൈകുണ്ഠം അല്ലെങ്കിൽ സ്വർഗം ആണ്. അല്ലാതെ ദുഷ്കർമ്മം ചെയ്ത ആൾക്കാർ പോകുന്നത് പോലെ യമപുരിയിലേക്ക് കൊണ്ടുപോയി ഇടാൻ പറ്റുമോ അവരെ? ഇല്ല. അപ്പോൾ എന്നും സൽക്കർമ്മം ചെയ്യുന്ന ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ സ്ഥാനം ലഭിക്കേണ്ടത് ഈ രണ്ട് സ്ഥലങ്ങളിൽ തന്നെയാണ്. ഇക്കാര്യമാണ് ഭഗവാൻ ആരോട് പറയുന്നത്? യമധർമ്മ രാജാവിനോട് പറയുന്നത്. അങ്ങനെ തുടർച്ചയായി കീർത്തിമാൻ മഹാരാജാവിന്റെ ആ ഒരു നാട്ടിലുള്ള എല്ലാ ആൾക്കാരും
വൈശാഖ മാസത്തിൽ എല്ലാ വർഷവും വരുന്ന വൈശാഖ മാസത്തിലെ വ്രതം എടുക്കുകയും തുടർന്ന് ആ നാട്ടിലെ ഒരുപാട് മഹത് വ്യക്തികൾ ഉണ്ടാവുകയും മാത്രമല്ല അവരെല്ലാവരും സ്വർഗപ്രാപ്തരാവുകയും ചെയ്യുന്നുണ്ടാവും. വൈശാഖ മാസത്തിലാണ് അക്ഷയ തൃതീയ വരുന്നത്, ബുദ്ധ പൂർണിമ വരുന്നത്, പിന്നെ ശുക്ല പഞ്ചമി വരുന്നത്. ശുക്ല പഞ്ചമി എന്ന് പറയുന്നത് ആദിശങ്കരാചാര്യരുടെ ജയന്തിയാണ് ശുക്ല പഞ്ചമി. പരശുരാമ ജയന്തിയാണ് നമ്മൾ അക്ഷയ തൃതീയ എന്ന രീതിയിൽ ആഘോഷിക്കുന്നത്. പിന്നെ ഈ ശുക്ല ചതുർദശിയിലാണ് നരസിംഹാവതാരം, ഭഗവാന്റെ നരസിംഹാവതാരം, ഉഗ്ര രൗദ്രമേറിയ ഭാവം നരസിംഹാവതാരം ഉണ്ടാവുന്നത്. പിന്നെ കൂർമാവതാരം ഭഗവാന്റെ ഉണ്ടാവുന്നത് വൈശാഖ മാസത്തിലാണ്. പിന്നെ ധന്വന്തരി മൂർത്തിയുടെ അവതാരം ഉണ്ടാവുന്നത് വൈശാഖ മാസത്തിലാണ്. ഈ തമിഴ്നാട്ടിലേക്ക് വരികയാണെങ്കിൽ ഒരുപാടധികം പ്രത്യേകതയുണ്ട്. അതായത് വൈശാഖ വിശാഖം എന്ന് പറയുന്നത് സുബ്രഹ്മണ്യ സ്വാമിയുടെ ജന്മദിനമാണ്. അപ്പൊ അവിടെ തമിഴ്നാട്ടില് സുബ്രഹ്മണ്യ ഭക്തർക്ക് വളരെയേറെ പ്രാധാന്യമേറിയ ഒരു മാസമാണ് വൈശാഖ മാസം. വൈശാഖ മാസത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ശനീശ്വരന്റെ ജയന്തി വരുന്നത്, അതായത് ശനീശ്വര ജയന്തി വരുന്നത് വൈശാഖ മാസത്തിലാണ്. പിന്നെ ദത്താത്രേയ ഭാവത്തില് ഭഗവാൻ ജന്മം എടുക്കുകയാണ്. അതായത് അത്രി മഹർഷിയുടെയും അനസൂയയുടെയും പുത്രനായി ദത്താത്രേയനായിട്ട് ഭഗവാൻ ജന്മം എടുക്കുന്നത് വൈശാഖ മാസത്തിലാണ്. അങ്ങനെ ഈ വൈശാഖ മാസത്തെ സംബന്ധിച്ച് വേറൊരു കഥയും കൂടെ നിലവിലുണ്ട്. അപ്പൊ ആ ഒരു കഥയും കൂടെ പറയാട്ടോ. അതായത് പാഞ്ചാല ദേശത്ത് പുരുഷായ എന്ന് പറയുന്ന ഒരു രാജാവ് ഉണ്ടായിരുന്നു. ആ രാജാവ് അദ്ദേഹത്തിന്റെ രാജ്യമൊക്കെ നഷ്ടപ്പെട്ട് കുറെ യുദ്ധങ്ങളിലൊക്കെ തോറ്റിട്ട് ഇങ്ങനെ കാട്ടില് കുറെ സന്യാസിമാരുടെ കൂടെ ഇങ്ങനെ ജീവിക്കുകയാണ്. അപ്പൊ അദ്ദേഹം ഈ സന്യാസിമാരോടൊക്കെ ചോദിച്ചു, എന്താണ് എനിക്ക് ഇങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാവാൻ കാരണം ഞാനൊരു രാജാവാണ്, പക്ഷെ എന്റെ രാജ്യം എനിക്ക് മര്യാദയ്ക്ക് ഭരിക്കാൻ പറ്റിയില്ല, എനിക്കൊരു എന്താ പറയുക ഒരു സമാധാനം ഒന്നും ഉണ്ടായിരുന്നില്ല, എനിക്ക് സ്ഥാനചലനം ഉണ്ടായി, അങ്ങനെ എനിക്ക് എന്റെ രാജ്യം നഷ്ടപ്പെട്ടു. ഇപ്പൊ ഞാൻ ഈ ഒരു അവസ്ഥയിൽ ഒന്നുമില്ലാത്ത ഒരു അവസ്ഥയിൽ ഞാനിപ്പോ ഇവിടെ വന്നിരിക്കണു, എന്താണ് അതിന്റെ കാരണം എന്ന് ആ ഒരു മുനിമാരോട് ഈ ഒരു പുരുഷായ എന്ന് പറയുന്ന പേരുള്ള രാജാവ് ചോദിക്കുകയാണ്. അപ്പൊ ആ മുനിമാര് പറഞ്ഞു, നീ കഴിഞ്ഞ ജന്മത്തില് ഒരു ദുഷ്ടനായ വേടനായിരുന്നു, അതുകൊണ്ടാണ് ആ ഒരു ജന്മത്തിലെ കർമ്മഫലമാണ് നീ ഇപ്പൊ അനുഭവിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഈ ഒരു രാജാവ് ചോദിക്കുകയാണ്, അപ്പൊ കഴിഞ്ഞ ജന്മത്തിലെ ഇത്രയും ദുഷ്ടനായ ഒരു ആളായിരുന്നിട്ടും കൂടെ, ഒരു വേടനായിരുന്നിട്ടും കൂടെ എനിക്ക് ഈ ജന്മത്തിലെ ഞാൻ എങ്ങനെ രാജാവായി എന്ന്. അപ്പോ അതിലെ മുനിമാരിൽ ഒരാൾ പറഞ്ഞു, കഴിഞ്ഞ ജന്മത്തില് ഒരേ ഒരു പ്രാവശ്യം മാത്രം നീ ഒരു സൽക്കർമ്മം ചെയ്തിട്ടുണ്ട്. അതായത് ആ ഒരു വേടനായിരിക്കുന്ന സമയത്ത് ഒരു വിശന്ന് വന്ന ഒരാൾക്ക് നീ അക്ഷയ തൃതീയ ദിവസം ജലദാനം ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ആ ഒരു ദിവസത്തെ ആ ഒരു ജലദാനത്തിന്റെ പുണ്യത്തിന്റെ പേരിലാണ് നീ ഈ ജന്മം ഒരു രാജാവായിട്ട് മാറിയത്. അപ്പോ ആ ജന്മത്തിൽ വേറെ ഒരു സൽക്കർമ്മവും നീ ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് നിനക്ക് ഈ ഒരു ജന്മം രാജാവായിട്ട് പോലും ഒരു നല്ല രീതിയിൽ നിന്റെ രാജ്യം ഭരിക്കാൻ കഴിയാത്തതും മാത്രമല്ല സ്ഥാനചലനവും ഭയങ്കര ദുരിതങ്ങളും ദുഃഖങ്ങളും കഷ്ടപ്പാടുകളൊക്കെ ഉണ്ടാവുന്നത് അതുകൊണ്ടാണ് എന്ന് പറഞ്ഞു. അപ്പൊ ഈ രാജാവ് ചോദിച്ചു, ഇനി എനിക്ക് തിരിച്ച് എന്റെ രാജ്യം നല്ല രീതിയിൽ എനിക്ക് ഭരിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു. അപ്പോഴാണ് ഈ മുനിമാര് പറഞ്ഞത്, എന്താ വഴി, ഭഗവാനെ പ്രാർത്ഥിക്കുക, അതായത് ഭഗവാനിൽ സർവ്വതം അർപ്പിച്ച് പ്രാർത്ഥിക്കുക, എന്നാൽ നിനക്ക് എല്ലാം നിന്റെ കാര്യങ്ങളെല്ലാം ശരിയായിട്ട് വരും. മാത്രമല്ല ഇനി വരാൻ പോകുന്നത് വൈശാഖ മാസമാണ്. വൈശാഖ മാസത്തില് ചിട്ടയോടുകൂടി വ്രതം അനുഷ്ഠിക്കുക, മാത്രമല്ല സൽക്കർമ്മങ്ങളിൽ ഏർപ്പെടുക, ദാനകർമാദികളിൽ ഏർപ്പെടുക. അങ്ങനെയാണെങ്കിൽ ക്രമേണ നിനക്ക് നിന്റെ രാജ്യം നിന്റെ കയ്യിൽ തന്നെ എത്തുകയും ചെയ്യും, നിനക്ക് സമാധാനപൂർവ്വം നിന്റെ രാജ്യത്തെ നല്ല രീതിയിൽ ഭരിക്കാനായിട്ട് സാധിക്കുമെന്ന് ഈ ഒരു മുനിമാര് ഈ രാജാവിന് പറഞ്ഞു കൊടുത്തു. ആ മുനിമാര് പറഞ്ഞത് പ്രകാരം ഈ രാജാവ് എന്ത് ചെയ്തു, ഒരു വൈശാഖ മാസത്തിന്റെ വ്രതം വളരെയധികം ചിട്ടയോടുകൂടി അവരുടെ കൂടെ ഇരുന്നിട്ട് എടുക്കുകയാണ്. അദ്ദേഹത്തിന്റെ കയ്യിൽ അവശേഷിക്കുന്ന എന്താണോ, ഇത്തിരി വെള്ളമാണെങ്കിൽ പോലും അതടക്കം അദ്ദേഹം എല്ലാവർക്കും ദാനം ചെയ്തു. അങ്ങനെ വൈശാഖ മാസത്തിന്റെ വ്രതം എടുത്ത് അത് നല്ല രീതിയിൽ ഭക്തിപൂർവ്വം പൂർത്തീകരിച്ചതിന്റെ ഫലമായിട്ട് അദ്ദേഹത്തിന്റെ രാജ്യവും അദ്ദേഹത്തിന്റെ എല്ലാ സമ്പൽ സമൃദ്ധിയും അദ്ദേഹത്തിന് തിരിച്ചു കിട്ടുകയും ചെയ്തു. തുടർന്നും എല്ലാ വർഷങ്ങളിലും അദ്ദേഹം ഈ വൈശാഖ മാസത്തിന്റെ വ്രതത്തിന്റെ ഒരു പ്രാധാന്യം അദ്ദേഹത്തിന്റെ രാജ്യത്തും എല്ലാവരുടെയും അദ്ദേഹം പ്രചരിപ്പിക്കുകയും ചെയ്തു. അദ്ദേഹം ഭഗവാന്റെ പരമഭക്തനായി മാറുകയും ചെയ്തു. അക്ഷയ തൃതീയ ദിവസത്തിന് ഒരു പ്രത്യേകതയും കൂടി ഉണ്ട്. നമ്മൾ ആ ദിവസം ചെയ്യുന്ന നമ്മളുടെ കർമ്മത്തിന് ക്ഷയം ഉണ്ടാവില്ല എന്ന പേര്. ആ പേര് തന്നെ ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ, അക്ഷയ തൃതീയ എന്നാണ് പറയുന്നത്. അക്ഷയം എന്ന് പറഞ്ഞാൽ ക്ഷയം ഇല്ലാത്തതെന്നാണ്. അപ്പൊ ആ ദിവസം നമ്മൾ ചെയ്യുന്ന കർമ്മത്തിന് ക്ഷയം ഉണ്ടാവില്ല, അത് ആ ഒരു ആയുസിന്റെ ഫലമാണെന്നാണ് പറയുന്നത്. അപ്പോ ആ ഒരു ദിവസം നമ്മൾ സൽക്കർമ്മം ചെയ്യാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് അതിനും ക്ഷയം ഉണ്ടാവില്ല, എന്നാൽ ദുഷ്കർമ്മം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനും ക്ഷയം ഉണ്ടാവില്ല. അതിങ്ങനെ ക്ഷയം ഇല്ലാതെ നമ്മളുടെ കൂടെ തന്നെ എന്നുണ്ടാവുമെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് അക്ഷയ തൃതീയ ദിവസം നമ്മൾ ദാനം ചെയ്യുക, നല്ല കർമ്മങ്ങൾ ചെയ്യുക, ഭഗവത് പ്രാർത്ഥനയിൽ സങ്കീർത്തനങ്ങളിൽ ഏർപ്പെടുക, നാമസങ്കീർത്തനങ്ങളിൽ ഏർപ്പെടുക എന്നൊക്കെ പറയുന്നത് അതുകൊണ്ടാണ്. വളരെയധികം പ്രാധാന്യമുള്ള ഒരു ദിവസമാണ് അക്ഷയ തൃതീയ. അപ്പോൾ അക്ഷയ തൃതീയയെ സംബന്ധിച്ച് ഒരു കഥയുണ്ട്. ആദിശങ്കരാചാര്യരുമായി ബന്ധപ്പെട്ട ഒരു കഥയാണ്. അതായത് ആദിശങ്കരാചാര്യർ ഇങ്ങനെ ഭിക്ഷയ്ക്ക് ഇറങ്ങുകയാണ്. അപ്പൊ ഭിക്ഷയ്ക്ക് ഇറങ്ങുന്ന സമയത്ത് ഒരു പാവം അമ്മയുടെ വീട്ടിലേക്ക് എത്തുകയാണ്. അപ്പൊ ആ അമ്മയാണെങ്കിൽ
ആണെങ്കിൽ വളരെയധികം പട്ടിണിയിലും ദാരിദ്ര്യത്തിലൊക്കെ കഴിയുന്ന ഒരു അമ്മയാണ്. അമ്മയുടെ വീട്ടിൽ ഇങ്ങനെ ഭിക്ഷാപാത്രമായിട്ട് ആദിശങ്കരാചാര്യർ പോവുകയാണ് കേട്ടോ. അപ്പോൾ അമ്മയുടെ കയ്യിൽ ഒന്നും ഉണ്ടായിരുന്നില്ല, ഒരു ഉണക്ക നെല്ലിക്ക മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ആകെ ഒരു ഉണക്ക നെല്ലിക്ക ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അമ്മ അതും ശങ്കരാചാര്യർക്ക് എടുത്ത് ദാനം ചെയ്യുകയാണ്. അപ്പൊ അന്നേ ദിവസം അക്ഷയ തൃതീയ ദിവസമാണ്. അപ്പൊ ഇത് കാണുന്ന ശങ്കരാചാര്യർ ഈ നെല്ലിക്കയും കയ്യിലെടുത്തുകൊണ്ട് ഒരു മന്ത്രം ജപിക്കുകയാണ്. അപ്പൊ ഈ ഒരു മന്ത്രം ജപിക്കുമ്പോഴത്തേക്കും എന്താണ് സംഭവിക്കുന്നത്, അവിടെ അങ്ങനെ അത് ആ വീടിന്റെ മുകളിലൂടെ സ്വർണ്ണ നെല്ലിക്ക വീഴുകയാണ് ചെയ്യുന്നത്. അതായത് ആ അമ്മ അന്നേ ദിവസം ദാനം ചെയ്തത് എന്താണോ അത് ഇരട്ടിയായി മൂല്യത്തോടു കൂടി അമ്മയ്ക്ക് തിരിച്ചു കിട്ടി. അപ്പൊ ആ മന്ത്രത്തിന്റെ പേരെന്ന് പറയുന്നത് കനകധാരാ സ്തോത്രമായിരുന്നു കേട്ടോ. അപ്പോൾ ആദിശങ്കരാചാര്യരെ ഈ ഒരു നെല്ലിക്കയും കയ്യിൽ പിടിച്ചുകൊണ്ട് കനകധാരാ സ്തോത്രം ചൊല്ലി അതിനുശേഷം അക്ഷയ തൃതീയയുടെ ആ വലിയ ഫലം അമ്മയ്ക്ക് ലഭിക്കുകയാണ് ചെയ്യുന്നത്. അവിടെ മുഴുവൻ സ്വർണ്ണ നെല്ലിക്കകൾ വീണ് അമ്മയ്ക്ക് ഏറെ സമ്പൽ സമൃദ്ധിയോടുകൂടി പിന്നീട് ജീവിക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടാവുകയാണ്. പിന്നെ വൈശാഖ മാസത്തിലെ വ്രതത്തിന് ഏറെ പ്രാധാന്യം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ വ്രതം എങ്ങനെയാണ് എടുക്കേണ്ടത് എന്ന് വെച്ചാൽ എല്ലാ ദിവസവും സൂര്യോദയത്തിന് മുൻപായിട്ട് തന്നെ സ്നാനം നിങ്ങൾ ചെയ്യേണ്ടതാണ്. അതിനുശേഷം അരി ആഹാരം ഒരു നേരം മാത്രം ചെയ്യുക. മാത്രമല്ല കുളി കഴിഞ്ഞതിന് ശേഷം മാത്രം ആഹാരം കഴിച്ചു തുടങ്ങുക. അരി ആഹാരം ഒരു നേരം മാത്രം മതി. കഴിയുന്നതും അത് രാവിലെ തന്നെ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. രാത്രിക്ക് അരിയാഹാരം കഴിക്കരുത്. ബാക്കിയുള്ള സമയത്ത് നിങ്ങൾ ഈശ്വര പ്രാർത്ഥനയിൽ മാത്രമല്ല മിതമായ ഭക്ഷണത്തിൽ നിങ്ങൾ ഒതുക്കണം. ഇപ്പം നിങ്ങൾ വ്രതമാണ്, അരി ആഹാരം കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ മറ്റ് ആഹാരങ്ങൾ കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ വയറിനെ ഫുള്ളാക്കി വെക്കരുത്. ആ ഒരു സമയത്ത് നമ്മളുടെ മെയിൻ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് ഈശ്വര പ്രാർത്ഥനയിൽ തന്നെ ആയിരിക്കണം. അതായത് ആത്മീക ചിന്താഗതിയിൽ തന്നെ ആയിരിക്കണം നമ്മളുടെ ആ ഒരു മെയിൻ ആയിട്ടുള്ളൊരു ശ്രദ്ധ നമ്മൾ കേന്ദ്രീകരിക്കേണ്ടത്. അതിന് പുറമെ നമ്മൾ ദാനം, അത് മാത്രമല്ല സൽക്കർമ്മങ്ങളിൽ ഏർപ്പെടാം. പിന്നെ സത്സംഗത്തിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ള ഒരു മാസമാണ് വൈശാഖ മാസം എന്ന് പറയുന്നത്. ഈ സത്സംഗത്തിന്റെ മഹാത്മ്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ ഒരു സ്ഥലത്ത് നമ്മൾ ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ ഒരു പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മളിലേക്കും ഭഗവാനിലേക്കുമാണ് ഒതുങ്ങുന്നത്. പക്ഷേ സത്സംഗം ചെയ്യുന്നതിലൂടെ നമ്മൾ ഭഗവാനെ പ്രാർത്ഥനകൾ അർപ്പിക്കുന്നതിലൂടെ എന്താണ് അവിടെ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേർക്ക് ഈ ഭഗവാനെ കുറിച്ചുള്ള അറിവുകളും ഈ ഭഗവാന്റെ നാമസങ്കീർത്തനങ്ങളും ഒരുപാട് പേരിലേക്ക് എത്തുകയാണ്. ആ ഒരേ സമയം ഒരുപാട് പേര് ഭഗവാനെ ഇരുന്ന് ഭജിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. അപ്പൊ ഈ ഒരു മാസം നമുക്ക് അറിയാലോ അല്ലെ, ഭൂമിയിൽ ലക്ഷ്മി നാരായണന്റെ സാന്നിധ്യമുള്ള ഒരു മാസമാണ്. അപ്പൊ ഈ ഒരു മാസം നമ്മൾ ഭഗവാനിൽ അർപ്പിക്കുന്ന ഏതൊരു പ്രാർത്ഥനയുടെയും ഫലം എന്ന് പറയുന്നത് 10 മടങ്ങായിരിക്കും. അതുകൊണ്ട് തന്നെ സത്സംഗങ്ങളിൽ ഏർപ്പെടുക, സപ്താഹങ്ങളിൽ ഏർപ്പെടുക, ഇതൊക്കെ നമുക്ക് ഏറെ പുണ്യം നൽകുന്ന ഒരു മാസമാണ് ഈ വൈശാഖ മാസം. ഈ വൈശാഖ മാസത്തിലെ ഏകാദശിക്കും വളരെയധികം പ്രാധാന്യമുണ്ട്. കറുത്തപക്ഷ ഏകാദശിയും വെളുത്തപക്ഷ ഏകാദശിയും എടുക്കാനായിട്ട് ശ്രമിക്കുക. മാത്രമല്ല അമാവാസിക്കും വൈശാഖ മാസത്തിൽ വളരെയേറെ പ്രാധാന്യമുണ്ട്. ആ ഒരു സമയത്താണ് നമുക്ക് പിതൃതർപ്പണം ചെയ്യാൻ, ഈ ഒരു വർഷത്തിൽ നമുക്ക് പിതൃതർപ്പണം ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് വൈശാഖ മാസത്തിലെ അമാവാസി സമയത്ത് നമ്മൾക്ക് ചെയ്യാം. അത് വളരെയേറെ ഒരു പുണ്യം നൽകാൻ, നമ്മുടെ പിതൃക്കളുടെ ആത്മാക്കൾക്ക് ശാന്തി കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ചില ആൾക്കാരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അല്ലേ, അതായത് അച്ഛനോ അമ്മയോ ഒക്കെ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവരെയൊക്കെ സ്വപ്നത്തിൽ കാണുക, അവർ വന്ന് വിളിക്കുന്ന പോലെയൊക്കെ തോന്നുക എന്നൊക്കെ പറയുന്നതായിട്ട് കേട്ടിട്ടുണ്ടല്ലേ ആൾക്കാർ ഇങ്ങനെ പറയുന്നത്. അപ്പൊ അതൊക്കെ എന്ന് പറയുന്നത് ഈ ഭൂമിയിൽ അവരുടെ ആത്മാവ് ഇന്നിങ്ങനെ നിലകൊണ്ട് നിങ്ങളിലേക്കൊക്കെ ചുറ്റിപ്പറ്റി ഇങ്ങനെ നിൽക്കുന്നുണ്ടെന്നൊക്കെയാണ് അതിന്റെ ഐതിഹ്യം എന്ന് പറയുന്നത്. അപ്പൊ വൈശാഖ മാസത്തിൽ പിതൃതർപ്പണങ്ങളൊക്കെ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അതിന് വളരെയേറെ വലിയ പുണ്യമാണ് ലഭിക്കുന്നത്. വൈശാഖ പൂർണിമ എന്ന് പറയുന്നത് തന്നെയാണ് ബുദ്ധ പൂർണിമ. നമ്മൾ ഏകാദശി എടുക്കുന്നത് പോലത്തെ ഉപവാസം നമ്മൾ വൈശാഖ പൂർണിമയ്ക്ക് എടുക്കുകയാണെങ്കിൽ വലിയ ഫലമാണ് നമുക്ക് കിട്ടുന്നത്. അതിനോടൊപ്പം തന്നെ നമ്മൾ കൂട്ടിച്ചേർക്കേണ്ട മറ്റൊരു വലിയൊരു കാര്യമാണ് ഗംഗാ സപ്തമി എന്ന് പറയുന്നത്. അതായത് ഗംഗാദേവി എന്ന് പറയുന്നത് 14 ലോകങ്ങളും ഉണ്ട്. ഗംഗ 14 ലോകങ്ങളിലും പ്രവഹിച്ചിങ്ങനെ പോയിട്ടുണ്ട്. അപ്പോൾ ആ ഗംഗ ഭൂമിയിലേക്ക് വരുന്നത് വൈശാഖ മാസത്തിലാണ്. അതായത് ഭഗവാന്റെ പാദത്തിലൂടെ ഒഴുകി വരുന്ന ആ ഗംഗാദേവി ഭൂമിയിലേക്ക് വരുന്നത് വൈശാഖ മാസത്തിലാണ്. അപ്പോൾ പലരും പറഞ്ഞിട്ടുണ്ട്, അതായത് ഭഗവാൻ ശിവശങ്കരന്റെ 2ാം ഭാര്യയാണ് ഗംഗ. ഭഗവാൻ ഗംഗയെ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ മറ്റെന്താ പറയുക, ഇന്നത്തെ കാലത്ത് നടക്കുന്ന വിഷയങ്ങൾ ഒന്നുമല്ല. അതിനെ സംബന്ധിച്ച് വേറൊരു കഥ തന്നെയുണ്ട്. അത് ഗംഗാ സപ്തമി ദിവസം ഞാനൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ വളരെയധികം മനോഹരമായിട്ടുള്ളൊരു കഥയാണ്. അപ്പോൾ ഭഗവാൻ അന്ന് അത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ, അതായത് ഗംഗാദേവിയെ ഭഗവാൻ തടുത്തില്ല എന്നുണ്ടെങ്കിൽ ഈ സർവ്വ പ്രപഞ്ചവും വെള്ളത്തിലായി പോയേനെ. അതായത് ഈ ഒരു ഭൂമി എന്ന് പറയുന്നത്
പോലും ഉണ്ടാവില്ലായിരുന്നു. അപ്പൊ ഗംഗാദേവിയുടെ ഒഴുക്കിനെ നിയന്ത്രിക്കാനായിട്ട് ഭഗവാൻ ചെയ്യുന്ന ഒരു കാര്യമാണ് അത്. അല്ലാതെ നമ്മൾ ഇന്ന് ഈ പറയുന്നത് പോലെ എന്താ പറയുക, ഒളിപ്പിച്ച് വെച്ചിരിക്കുക അങ്ങനത്തെ ഒരു സംഭവങ്ങൾ ഒന്നുമല്ല. അപ്പോൾ അങ്ങനെ ഗംഗാ സപ്തമി വരുന്നത് ഈ ഒരു മാസമാണ്, വൈശാഖ മാസമാണ്. അതായത് ഗംഗാദേവി ഭൂമിയിലേക്ക് ഒഴുകി വരുന്നത് വൈശാഖ മാസത്തിലാണ്. അപ്പൊ അതും ഒരു പ്രാധാന്യം ഈ ഒരു മാസത്തിലുണ്ട്. തിരുപ്പതി ഭഗവാൻ പത്മാവതി ദേവിയെ വിവാഹം കഴിക്കുന്നത് വൈശാഖ മാസത്തിലാണ്. പത്മാവതി ദേവിയും തിരുപ്പതി ഭഗവാന്റെയും വിവാഹം നടക്കുന്നത് വൈശാഖ മാസത്തിലാണ്. അപ്പോൾ ഉറപ്പായിട്ടും ഈ ഒരു മാസത്തിൽ ഞാൻ തിരുപ്പതി ഭഗവാന്റെയും കഥ ചെയ്യുന്നതായിരിക്കും. അടുത്തത് ബദ്രീനാഥ ക്ഷേത്രം തുറക്കുന്നത് വൈശാഖ മാസത്തിലാണ് തുറക്കുന്നത്. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഭഗവാൻ സുബ്രഹ്മണ്യന്റെ ജന്മദിനം, ശനീശ്വരന്റെ ജന്മദിനം, മാത്രമല്ല അക്ഷയ തൃതീയ, ആദിശങ്കരാചാര്യയുടെ ജയന്തി വരുന്നത് ഒക്കെ അങ്ങനെ വളരെ വളരെ പ്രാധാന്യമേറിയ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നത് വൈശാഖ മാസത്തിലാണ്. അതായത് ധന്വന്തരി മൂർത്തിയുടെ അവതാരം, നരസിംഹമൂർത്തിയുടെ അവതാരം, കൂർമാവതാരം, ഭഗവാന്റെ കൂർമാവതാരം എല്ലാം നടക്കുന്നത്, പാലാഴി മദനം പ്രക്രിയ നടക്കുന്നത് വൈശാഖ മാസത്തിലാണ്. അപ്പൊ അങ്ങനെ വളരെയേറെ എന്താ പറയുക, ഇമ്പോർട്ടൻസ് ഉള്ള ഒരു മാസമാണ്. നമ്മൾ സ്പിരിച്വലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു മാസം തന്നെയാണ് വൈശാഖ മാസം. എല്ലാവരും വ്രതം എടുക്കുക, വൈശാഖ മാസത്തിലെ വ്രതം എടുക്കുക. നമ്മളുടെ ചാനൽ കാണുന്ന എല്ലാവരും വളരെ കുറച്ച് പേരേ കാണുന്നതന്നെ ഉള്ളൂ. അപ്പോൾ കാണുന്ന ആൾക്കാർ വ്രതം എടുക്കാനായിട്ട് ശ്രമിക്കുക, നല്ല രീതിയിൽ തന്നെ വ്രതം എടുക്കുക. വെജിറ്റേറിയൻ ഫുഡ് മാത്രം, ഈ ഒരു മാസമെങ്കിലും വെജിറ്റേറിയൻ ഫുഡ് മാത്രം നിങ്ങൾ ഫോളോ ചെയ്യുക. 2 നേരം കുളിക്കാൻ പറ്റുകയാണെങ്കിൽ കുളിക്കുക. രാവിലെ മസ്റ്റായിട്ട് കുളിക്കുക. സൂര്യോദയത്തിന് മുൻപ് തന്നെ എഴുന്നേറ്റ് സ്നാനം ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഭഗവാന്റെ പുസ്തകങ്ങൾ വായിക്കാൻ സാധിക്കുമെങ്കിൽ വായിക്കുക. മാത്രമല്ല നാമസങ്കീർത്തനങ്ങൾ, ഇപ്പം എല്ലാവർക്കും ഈ വിഷ്ണു സഹസ്രനാമം, ലളിതാ സഹസ്രനാമം ഒന്നും അറിയില്ല. പക്ഷെ നിങ്ങൾ കേൾക്കാനെങ്കിലും ശ്രമിക്കുക. ജ്ഞാനപ്പാനയിൽ പറഞ്ഞ പോലെ തന്നെ ഏതു ദിക്കിലിരിക്കലും തന്നെ നാവ് കൊണ്ടേത് ചൊല്ലി എന്നാകിലും അതുമല്ലൊരു നേരം ഒരു ദിനം ചെവി കൊണ്ടിത് കേട്ടു എന്നാകിലും. അപ്പോൾ ചെവി കൊണ്ടത് കേൾക്കാനായിട്ടെങ്കിലും നിങ്ങൾ ശ്രമിക്കുക. നിങ്ങൾ ട്രാവൽ ചെയ്യുന്ന ടൈമിലൊക്കെ നിങ്ങൾ ഈ ലളിതാ സഹസ്രനാമം, വിഷ്ണു സഹസ്രനാമം ഒക്കെ നിങ്ങൾ കേൾക്കാനായിട്ട് ശ്രമിക്കുക. മാത്രമല്ല ഭഗവാൻ നാരായണനോടൊപ്പം തന്നെ ലക്ഷ്മി ദേവിയുടെ സ്തോത്രങ്ങളും ലക്ഷ്മി ദേവിയുടെ പ്രാർത്ഥനകളും നിങ്ങൾ അർപ്പിക്കുക. ഭഗവാൻ ലക്ഷ്മി സമേതനായ സത്യനാരായണ രൂപമാണ് ഈ ഒരു മാസം ഭൂമിയിൽ സാന്നിധ്യം അറിയിക്കുന്നത്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ വ്രതം എടുക്കുക. അരി ആഹാരം 1 നേരം മാത്രമായിട്ട് ചുരുക്കുക. അങ്ങനെ അപ്പോൾ ആ ഒരു സമയത്ത് ബാക്കി എല്ലാ ഭക്ഷണങ്ങളും നിങ്ങൾ ഫുള്ളായിട്ട് വയറ് നിറച്ച് അങ്ങനെ നിങ്ങൾ ചെയ്യരുത്. മിതഭക്ഷണം നിങ്ങൾ ഫോളോ ചെയ്യുക. അതായത് ഭക്ഷണത്തിൻ്റെയും വെള്ളത്തിൻ്റെയൊക്കെ പ്രാധാന്യം മനസ്സിലാക്കേണ്ട ഒരു മാസമാണ് വൈശാഖ മാസം. അതുകൊണ്ട് ഇല്ലാത്തവർക്ക് നിങ്ങൾ ദാനം ചെയ്യുക, അതായത് സൽക്കർമ്മത്തിൽ ഏർപ്പെടുക. അതായത് എന്താ പറയുക, വെള്ളത്തിലും ഒക്കെ ആർക്കെങ്കിലൊക്കെ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ളതൊക്കെ നിങ്ങൾ ദാനം ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ അങ്ങനെ സൽക്കർമ്മങ്ങളിൽ ഏർപ്പെടുക, സത്സംഗങ്ങളിൽ ഏർപ്പെടുക, സപ്താഹങ്ങളൊക്കെ അതിലൊക്കെ ഏർപ്പെടാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. അങ്ങനെ എല്ലാ നല്ല കാര്യങ്ങളും ചെയ്ത് ഈ മാസത്തെ നിങ്ങൾ വളരെയധികം ധന്യമാക്കി മാറ്റുക, ഉപയോഗപ്രദമാക്കി മാറ്റുക. ആത്മീയ കാര്യങ്ങളിൽ കുറേ നിങ്ങൾ ഏർപ്പെട്ട് നല്ല രീതിയിൽ ഈ ഒരു മാസത്തെ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കൂ. എല്ലാവർക്കും നല്ലത് മാത്രം ഉണ്ടാവട്ടെ. എല്ലാവർക്കും നല്ലൊരു വൈശാഖ മാസം ആരംഭം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ ചാനലിൽ ഇനിയും ഒരുപാട് വീഡിയോസ് ഉണ്ടാവും. ഈ ഒരു മാസത്തിൽ കഴിയുന്നത് കൂടുതൽ വീഡിയോസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഞാനും ഈ വൈശാഖ മാസം വ്രതം എടുക്കുന്നുണ്ട്. എല്ലാവർക്കും നല്ലത് വരട്ടെ. നന്ദി, നമസ്കാരം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.